ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. മഹേഷ് സ്നേഹാലയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഞാൻ ഇന്ന് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി എന്ന് പറയുന്ന ആയക്കാട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു പച്ചക്കറി കടയുണ്ട്. തികച്ചും സത്യസന്ധമായ പച്ചക്കറി, അതായത് വിഷങ്ങളില്ലാത്ത നമ്മുടെ നാട്ടിൽ നിർമ്മിക്കുന്ന പച്ചക്കറികൾ ഉണ്ടാക്കുന്ന പച്ചക്കറികളാണ്. ആ പച്ചക്കറികളുടെ ആ വീഡിയോസുമായാണ് ഞാൻ വരുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഈ പച്ചക്കറിയിൽ എവിടെയും കിട്ടാത്ത ഒരു വെറൈറ്റി സാധനമുണ്ട്. അതായത് ഒരു വഴുതനങ്ങയുടെ വിശേഷമാണ്. ആ വഴുതനങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് പച്ച വഴുതനങ്ങയുണ്ട്, റോസ് ഉണ്ട്, അതേ കണക്ക് തന്നെ ഉണ്ട വഴുതനങ്ങയുണ്ട്. പക്ഷെ ഇതിനപ്പുറം നല്ല കറുത്ത വഴുതനങ്ങ. ആ വഴുതനങ്ങ ഉണ്ടാക്കുന്ന വിത്തനശ്ശേരിയിലാണ്. ആ വിത്തനശ്ശേരിയിൽ ഒരു വീട്ടിൽ ഒരു 5 തൈകളെ ഉള്ളൂ. ഇദ്ദേഹം ചൈനയിലാണ് ഇത് കാണപ്പെട്ടെന്നാണ് പറയുന്നത്. പക്ഷെ അവിടുന്ന് ഓൺലൈൻ വിത്തുകൾ വന്നു, ഇവിടെ വന്ന് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ പ്രേക്ഷകർക്ക് തരുന്നത്. ആ വഴുതനങ്ങ വളരെ ടേസ്റ്റുള്ള ഒരു സാധനമാണ്. അത് ഈ ഒരു കടയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വരുന്നത്. ആ വഴുതനങ്ങ അവിടുത്തെ ആ പച്ചക്കറിയെക്കുറിച്ചും ഞാൻ നിങ്ങൾക്കൊന്ന് ചേട്ടാ നമസ്കാരം. പച്ചക്കറി കച്ചവടത്തിന്റെ തിരക്കാണല്ലേ? നാടൻ ചീര ഇത് കണ്ടോ, അതുപോലെ പച്ചച്ചീര ഇത് കണ്ടല്ലോ. നാടൻ വെണ്ടയ്ക്ക പച്ച മാത്രമല്ല, ചുവപ്പെന്ന് പറയാനും പറ്റില്ല. ഇത് ഒരു വെറൈറ്റി പച്ചക്കറി, ഒരു വെണ്ടയ്ക്കയാണ്. ഞാൻ പറഞ്ഞല്ലോ വഴുതനങ്ങ, റോസ് വഴുതനങ്ങ, അതുപോലെ നാടൻ തക്കാളി, കപ്പക്കായ്, അതുപോലെ ഇവിടെ വന്നത് നാടൻ കൈപ്പക്കായ്, നാടൻ പച്ചപ്പയർ. അത് 2-3 ഐറ്റം ഉണ്ട് പച്ചപ്പയർ. പക്ഷെ ഇവിടെ വെറൈറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇതാണ് സാധനം, കറുത്ത വഴുതനങ്ങ. നമ്മൾ അപൂർവമാണ് ഇപ്പൊ കാണുന്നത്. ഇത് വെളിയിൽ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. ഇത് കറുത്ത വഴുതനങ്ങയാണ്. വളരെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. ഇത് കഴിച്ചവരൊക്കെ പറയുന്നത് വളരെ ടേസ്റ്റ് ഉണ്ട്. അപൂർവത്തിൽ ആഴ്ചക്ക് എത്ര പ്രാവശ്യം കിട്ടും? 2 പ്രാവശ്യം, 2-3 പ്രാവശ്യമേ ഈ വഴുതനങ്ങ ഇവിടെ കിട്ടുള്ളൂ. കച്ചവടം നടക്കട്ടെ. അതേപോലെ ചൊരക്കയാണ് അല്ലേ? നാടൻ ചൊരക്ക, തനി നാടൻ കുമ്പളങ്ങ, തനി നാടൻ മത്തൻ, ഇങ്ങനെ നിരവധി ഒറിജിനൽ സാധനമാണ് ഇവിടെ വെക്കുന്നത്. അത് കണക്ക് പടുവലങ്ങ, നാടൻ പടുവലങ്ങ. എങ്ങനെയാണ് ഇവിടുത്തെ കച്ചവടങ്ങൾ? വൈകുന്നേരത്താണ് കച്ചവടങ്ങൾ? വൈകുന്നേരം പറയുമ്പോൾ നമുക്ക് ഒരു 3 മണി കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഒക്കെ വിത്തനശ്ശേരി എന്ന് പറയുമ്പോൾ നെമ്മാറ. ഇവിടെ എത്ര വർഷമായി കച്ചവടം തുടങ്ങിയിട്ട്? ഒരു 2 വർഷം വരെ. അതെ, നാട്ടിലൊക്കെ പറയുന്നത് നല്ല പച്ചക്കറി ഇവിടെ വന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. നാട്ടിലെ പ്രദേശങ്ങളിലൊക്കെ പറയുന്നത് അവര് കഴിച്ച് ടേസ്റ്റ് കാണുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നല്ല ഐറ്റം കൊടുത്തതല്ലേ ജനങ്ങൾ. ഇതെന്താ തുടങ്ങാൻ കാരണം? ഇതിപ്പോ നമ്മൾ ആദ്യം ഇളനീരും ചക്കയും മാങ്ങയൊക്കെ കച്ചവടമായിരുന്നു. പിന്നെ ഇവിടെ മാങ്ങ കച്ചവടം ഇട്ടു. അപ്പൊ അങ്ങനെ വിചാരിച്ചു കാര്യങ്ങളൊക്കെ കൂടി നമ്മളെ കൂടിയിട്ട്. അതെ, അപ്പോ ഇങ്ങനെ ഒരു കച്ചവടം തുടങ്ങാം എന്നുള്ളത് ആലോചിച്ച് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. വിത്തനശ്ശേരിയിലാണ് നമ്മുടെ കറുത്ത വഴുതനങ്ങ ഉണ്ടാക്കുന്നത്. വിത്തനശ്ശേരിയിലാണ് ഉണ്ടാക്കുന്നത്. അതും നമുക്ക് രാധ എന്ന് പറയുന്ന ഒരാളാണ് നമുക്ക് തരുന്നത്. ആണല്ലേ? രാധേട്ടനോട് ഞാൻ ബന്ധപ്പെട്ടായിരുന്നു. രാധേട്ടൻ നിങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഇനി ഇവിടെ നിങ്ങളെ കുറിച്ച് ഒരുപാട് ആൾക്കാർ തിരക്ക് വരണം. കാരണം നല്ല ഒരു സാധനം അല്ലേ? അപൂർവമായ പച്ചക്കറി, സത്യസന്ധമായ ഒരു സേവനമാണ് നിങ്ങൾ ചെയ്യുന്നത്. നമ്മളെ കൊണ്ടായിരുന്നു. അതെ, കൂർക്ക അല്ലേ? കൂർക്ക, ചേമ്പ്, ഉരുളക്കിഴങ്ങ് അല്ലേ? നാടൻ പഴം വരുന്നുണ്ട്. നാടൻ ഒന്നും വെളിയിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് ഒന്നും എടുക്കത്തില്ല, പഴിപ്പിക്കാറില്ല. ഒക്കെ തന്നെ പഴക്കുന്ന സാധനങ്ങളല്ലേ? എന്തോ പേര് പറഞ്ഞ? എന്റെ പേര് കണ്ണൻ. ഭാര്യയുടെ പേര് റോജ. കണ്ണേട്ടനെ കണ്ടല്ലോ. കണ്ണേട്ടൻ ചക്ക മാങ്ങയൊക്കെ വിറ്റുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ട് ഒരുപാട് മെച്ചമാണ്. ജനങ്ങൾക്ക് വേണ്ട അടിപൊളി പച്ചക്കറി പറഞ്ഞ മനസ്സിലായി. ഞാൻ ഈ വഴുതനങ്ങ ശ്രദ്ധിച്ചിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അപൂർവം എവിടെയും കണ്ടിട്ടില്ല. അദ്ദേഹമായിട്ട് അതിന്റെ ഉൽപ്പന്നിക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് ചൈനയിൽ നിന്നാണ് ഇത് വരുന്നത്. ചൈനയിൽ നിന്ന് വിത്ത് ഓൺലൈൻ വഴി കൊണ്ടുവന്ന് ഇവിടെ നട്ടു. ഒരു 5 തൈകളേ ഉള്ളൂ.
അതിൽ നിന്ന് കൂടെ കിട്ടുന്ന ആ കുറച്ച് വഴുതനങ്ങയാണ് ഇവിടെ കിട്ടുന്നത്. തികച്ചും നാടൻ സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. ഒരു 3 മണി കഴിഞ്ഞാൽ രാത്രി 8 മണി 8:30 വരെയും ഫുൾ തിരക്കാണ്. ഈ പ്രായമുള്ളവർക്ക് കൈപ്പയ്ക്കായിട്ട് നിൽക്കുകയാണ് ഈ ചേട്ടൻ. ഒന്നിരാടം വന്ന് ഇവിടുന്ന് പച്ചക്കറി വാങ്ങി. ശരിക്കും പറഞ്ഞ ഒരുപാട് പേര് മാർക്കറ്റ് തൊട്ടടുത്താ, പക്ഷെ ഈ പച്ചക്കറിയുടെ ടേസ്റ്റ് ഓർത്ത് വരിക. അപ്പം എന്താ മാവന്റെ പേര്? കൃഷ്ണൻ. കൃഷ്ണേട്ടൻ, ഇതെന്താണ് സംഭവം? ഇവിടുന്ന് വന്ന് വാങ്ങിക്കുന്നത് എന്താണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയാം. കൃഷ്ണേട്ടൻ, എന്താണ് ഇവിടുത്തെ പച്ചക്കറി കടയെ കുറിച്ച് പറയാൻ? അത് നാടൻ പച്ചക്കറിയാണ്, മനസ്സിലല്ലേ? ആ. ഇപ്പൊ നമുക്ക് അങ്ങാടി വാങ്ങുമ്പോൾ അത് മോശമില്ല. മോശമാണ്. നമുക്ക് ആവശ്യം വേണ്ടത് നമുക്ക് തിരഞ്ഞെടുക്കാം. നല്ല സാധനം കിട്ടും, പേടിക്കാനില്ല. ഞാൻ അന്വേഷിച്ചു വിത്തനം ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ സാധനം വന്ന് വാങ്ങുന്നത്. ഡെയിലി വന്ന് വാങ്ങിക്കാറുണ്ട്. ഒന്നിരാടം വന്ന് വാങ്ങിക്കാറുണ്ട്. വളരെ വെറൈറ്റി സാധനമാണ് അല്ലേ? അപ്പൊ ഈ അപൂർവത്തിൽ അപൂർവ കറുത്ത വഴുതനങ്ങ പ്രായത്തിനുള്ളിൽ അച്ഛൻ എത്ര വയസ്സായി? 70 വയസ്സിനുള്ളിൽ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ട്. അതാണ് എന്റെ സത്യം അല്ലേ? അതൊരു സംഭവം തന്നെ. ഞാൻ എന്നിട്ട് ഇത് കണ്ടിട്ട് ഒരുപാട് സ്ഥലങ്ങളാണ് ഇങ്ങനൊരു സംഭവം നമ്മൾ കണ്ടത്. അപ്പം നമുക്ക് നമ്മളെ നല്ല മനസ്സുകാർക്ക് ഈ നല്ല പച്ചക്കറി ഒന്ന് വെളിപ്പെടുത്തണം. എന്തായാലും വളരെ സത്യസന്ധമായി, അതും ചെറിയ ലാഭം അല്ലേ? ഒരു വലിയ ലാഭം വടക്കഞ്ചേരി ആൾക്കാരില്ലേ മൊത്തം നിർത്തി വാങ്ങിട്ട് പഴയന്നൂർ അങ്ങനെ പോകുന്ന വഴിക്കൊന്നല്ല. അത്തിപ്പറ്റ അവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഒരുപാട് തിരക്കുള്ള റോഡാണ്. ഈ റോഡിലുള്ളവർ വരുന്നവർ മൊത്തം ഈ സഹോദരന്മാരടുത്ത് വന്ന് ഈ പച്ചക്കറി, അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് എങ്കിലും നമ്മുടെ സഹോദരന്മാർ ഇവരടുത്ത് വന്ന് വാങ്ങാണ്ട് പോകത്തില്ല. അതാണ് അച്ഛൻ പറയുന്നത്. അച്ഛന്റെ കൈ നിറച്ചതാ നല്ല അടിപൊളി, എന്താ പറയാ, അടിപൊളി സാധനം എടുത്ത് വെച്ചിരുന്നൊക്കെ കൈപ്പക്ക. നമുക്ക് കഴിച്ചു വെച്ചിട്ടും അച്ഛനത് കഴിക്കില്ല. അത്ര നല്ല സാധനമാണ്, വളരെ സാധനമാണ് കേട്ടോ. എന്നാലും ഇവരെ കുറിച്ച് കേട്ടാ വളരെ സത്യസന്ധമായ നല്ല പച്ചക്കറിയാണ് കേട്ടാ. വളരെ സന്തോഷം. ഞങ്ങളിത് കണ്ടിട്ട് കാണാത്തവർക്ക് പോകാൻ പറ്റില്ലല്ലോ. അതെനിക്ക് അമേരിക്കയൊക്കെ നല്ല സൂപ്പർ കേട്ടാ. ഇതൊന്നും എവിടെയും കണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത്ര നല്ല അമേരിക്കയാണ്. കണ്ടല്ലോ, വളരെ സന്തോഷം കേട്ടോ. ഞങ്ങൾ ഇനിയും വരാം കേട്ടാ. ജനം അറിയട്ടെ നിങ്ങളെ. ഓക്കെ, നാടൻ സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. ഈ കാണുന്ന പ്രേക്ഷകർ വരുമ്പോൾ നമ്മൾ ആയക്കാടിനും വടക്കഞ്ചേരിക്കും മധ്യമാണ് ഒരു പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ആയക്കാട് പച്ചക്കറി എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വന്ന് വാങ്ങിക്കാൻ മറക്കരുതും. ഞാൻ ഉടൻ വരും മറ്റൊരു വീഡിയോസുമായി. മഹേഷ് വടക്കഞ്ചേരി. നന്ദി, നമസ്കാരം.